വീണ്ടും വീഴ്ചയോ എന്നാണ് ചോദ്യം. സുജയ, വീഴ്ചയാണ് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വീഴ്ച ഉണ്ടായില്ല എന്ന് വാദിക്കാൻ ആർക്കും കഴിയില്ല. കാരണം ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും അവർ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നത് തിരിച്ചറിയുന്നു. നടപടിയിലേക്ക് ഉടൻ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ നടപടിയിലേക്ക് കടക്കുകയാണ്. പക്ഷേ അത് ഒരു തൊലിപ്പുറത്തെ ചികിത്സയായി നിൽക്കുന്നു എന്നതാണ് നമ്മൾ ആ വിഷയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1.5 മാസത്തെ ആസൂത്രണം നടത്തുന്ന ഒരു കൊടും കുറ്റവാളിയാണ് ഗോവിന്ദചാമിയിൽ നമ്മൾ കാണേണ്ടത്. ഗോവിന്ദചാമിയുടെ കൈക്ക് അല്ലെങ്കിൽ കൈപ്പത്തി ഇല്ല എന്നതൊന്നും ഒരു വിഷയമേ അല്ല. അയാൾ പൂർണ്ണ ആരോഗ്യവാനാണ്. ആ കൈപ്പത്തിയുടെ ആനുകൂല്യത്തിലാണ് അയാൾ വധശിക്ഷയിൽ നിന്ന് ജീവപര്യന്തത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഇനിയിപ്പോൾ ഈ ഒറ്റ കൈകൊണ്ട് പിടിച്ചു തൂങ്ങിക്കിടക്കുന്ന, കിണറ്റിൽ തൂങ്ങിക്കിടക്കുന്ന, നിഷ്പ്രയാസം കയറി വരുന്ന ഒറ്റ കൈകൊണ്ട് മതിലിന് പുറത്തേക്ക് ഈ പുതപ്പെറിഞ്ഞ് കയറെറിഞ്ഞ് വീപ്പ എടുത്തു വെച്ച് വീപ്പയ്ക്ക് പുറത്ത് ചാടിക്കയറി 7.5 മീറ്റർ ഉയരമുള്ള മതിൽ അടക്കം ചാടിക്കടക്കാൻ കഴിവുള്ള ഇയാൾക്ക് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്നതിലേക്ക് വരെ ആ ക്രൂരത എത്തിക്കാൻ സാധിച്ചില്ല എന്ന് കണ്ടെത്തി ഈ ശിക്ഷ താഴേക്ക് കൊണ്ടുവന്ന, അതായത് വധശിക്ഷയിൽ നിന്ന് ജീവപര്യന്തത്തിലേക്ക് കൊണ്ടുവന്ന സുപ്രീം കോടതിയെ ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് സമീപിക്കാവുന്നതേ ഉള്ളൂ. കാരണം സാഹചര്യം അതാണ്. ആ കേസിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലനിൽക്കില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അന്ന് വധശിക്ഷ റദ്ദാക്കിക്കൊണ്ട് കോടതി വിശദീകരിച്ച കണ്ടെത്തലുകൾ, അന്നത്തെ സുപ്രീം കോടതി വേർഡിക്റ്റിന്റെ ഭാഗമായ കണ്ടെത്തലുകൾ ഞാൻ എടുത്തു നോക്കി. അതിൽ ഗോവിന്ദചാമി ബലാത്സംഗം ചെയ്തതായും മാരകമായി പരിക്കേൽപ്പിച്ചതായും സംശയാതീതമായി തെളിഞ്ഞു. എന്നാൽ മരണപ്പെടുമെന്ന ബോധത്തോടെയാണ് ഗോവിന്ദചാമി കൃത്യം ചെയ്തതെന്ന് കരുതാനാകില്ല. കോടതിയുടെ ഫൈൻഡിംഗ് നമ്പർ 1. ഇനി തീവണ്ടിയിൽ നിന്ന് ചാടിയപ്പോഴുണ്ടായതാണ് 2ാമത്തെ മുറിവ്. എന്നാൽ ഗോവിന്ദചാമിയാണ് പെൺകുട്ടിയെ തള്ളിയിട്ടതെന്ന് കരുതാൻ കഴിയില്ല. പരിക്കേറ്റ പെൺകുട്ടി ആശുപത്രിയിൽ കുറച്ച് ദിവസം കിടന്നതിന് ശേഷമാണ് മരണം സംഭവിച്ചത്. പ്രതിക്ക് കൊലപാതകത്തിന് ഉദ്ദേശമുണ്ടായിരുന്നില്ല. ഇതിനെയൊന്നും കൗണ്ടർ ചെയ്യാൻ സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് സുപ്രീം കോടതിയിൽ കഴിഞ്ഞിട്ടില്ല. കാരണം കേസിലെ പഴുതുകളാണ് അവിടെ ഗോവിന്ദചാമിയുടെ അഭിഭാഷകന് ആനുകൂല്യമായി മാറിയത്. ഇടത് കൈപ്പത്തി ഇല്ലാത്തത് അവിടെ ചൂണ്ടിക്കാട്ടി, ആരോഗ്യസ്ഥിതി അവിടെ ചൂണ്ടിക്കാട്ടി, തള്ളിയിട്ടതാണ് എന്ന ഫോറൻസിക് സംഘത്തിന്റെ സാക്ഷ്യം സുപ്രീം കോടതിയിലേക്ക് എത്തിയില്ല. അത് വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും വരെ എത്തി. അവിടെ രണ്ടിടത്തും ഈ വധശിക്ഷ ശരിവെക്കുന്നു. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ വാദങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല. DNA പരിശോധനാ ഫലം അതും പ്രധാനപ്പെട്ട തെളിവാണ്. ആ തെളിവും സുപ്രീം കോടതിയിൽ എത്തിയില്ല. സുപ്രീം കോടതി അപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ കൂടി ഒന്നുകൂടി ഓർത്തെടുക്കണം. പെൺകുട്ടിയെ തീവണ്ടിയിൽ നിന്ന് തള്ളിയിട്ടും കൊലപ്പെടുത്തിയെന്നതിനും തെളിവെവിടെ എന്ന് കോടതി ചോദിച്ചപ്പോൾ അന്ന് അവിടെ മറുപടി ഉണ്ടായിരുന്നില്ല. ഒറ്റക്കൈ മാത്രമുള്ള ഗോവിന്ദചാമിക്ക് പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടാൻ കഴിയുമോ? ഫോറൻസിക് പിഴവുകളുടെ പിന്തുണ, അതുപോലെ തന്നെ ആ പിഴവുകളുടെ പിന്തുണ, അതോടൊപ്പം ഈ ഒറ്റക്കയ്യൻ എന്നുള്ള ആനുകൂല്യം. ആ ഒറ്റക്കയ്യൻ ഇന്ന് കാണിച്ചിരിക്കുന്ന ക്രൈമിന്റെ ഒരു ഗ്രാവിറ്റി എത്രത്തോളമാണ്? ഒറ്റക്കയ്യൻ പൂർണ്ണ ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് പോലും ചാടിക്കടക്കാൻ കഴിയാത്ത ഒരു മതിൽ മാത്രമല്ല, അതിനകത്തുള്ള ഈ 10ാം നമ്പർ ബ്ലോക്കിന്റെ മതിലും കൂടി, അങ്ങനെ 2 മതിൽ ചാടിക്കടക്കുകയാണ്. അതും അയാൾ ശാരീരികമായി മാറ്റങ്ങൾ വരുത്തുന്നു. അങ്ങനെ പൂർണ്ണമായി ആസൂത്രണം ചെയ്തുകൊണ്ട് ആ മതിൽ ചാടിക്കടന്നതും ആ കിണറ്റിൽ തൂങ്ങിക്കിടന്നതും അത് രണ്ടും അയാളുടെ ഹെൽത്ത് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതിന്റെ ക്ലിയർ എവിഡൻസ് ആണ്. അപ്പോൾ അതുപോലെയുള്ള ഒരാൾക്ക് സൗമ്യയെ കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ആ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനെടുത്ത ആ പിഴവുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണോ ആനുകൂല്യം കൊടുത്തത്, അതെല്ലാം ഇന്ന് ഇല്ലാതാവുകയാണ്. ഈ ഒരു കൃത്യത്തിൽ അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഇനിയും കോടതിയെ സമീപിക്കാവുന്നതേ ഉള്ളൂ. സർക്കാരിന് വേണമെങ്കിൽ റീഓപ്പൺ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ വീണ്ടും ഇക്കാര്യം, അതായത് ഇപ്പോൾ അയാൾ ചെയ്തിരിക്കുന്ന ക്രൈമിൽ ആ ഒറ്റ കൈവച്ച് അയാൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചുകൊണ്ട് ഈ കേസിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വേണമെങ്കിൽ കടക്കാവുന്നതേ ഉള്ളൂ. കാരണം പുതിയൊരു ക്രൈം കൂടി സംഭവിച്ചിരിക്കുകയാണ്. ഈ ഒറ്റക്കയ്യനായ ആൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിധി എഴുതിയ കോടതികളിലേക്ക് എത്താൻ സാധിക്കുന്ന ആൾ, ആ പാത്രങ്ങളൊക്കെ ആ പരിസരത്തുണ്ടെങ്കിലേ അയാൾക്ക് അതെടുത്ത് അവിടെ നിരത്തിവെക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരു പാൽപാത്രങ്ങളാണ് എടുത്ത് ഉപയോഗിച്ചത്. പാൽപാത്രങ്ങൾ, ഡ്രം, വെള്ളം കൊണ്ടുവരുന്ന ഡ്രം, ആ വലിയ വീപ്പകളൊക്കെ ആ പരിസരത്ത് കിടന്നപ്പോൾ അത് സംശയാസ്പദമായി ആർക്കും തോന്നാത്തത് എന്തുകൊണ്ടാണ്? ജയിൽ DGP വരുമ്പോൾ ബൽറാം കുമാർ ഉപാധ്യായെ വരവേൽക്കാനായിട്ട് അവിടെ പരവതാനി വിരിക്കുമ്പോൾ ഇപ്പുറത്തെ മുറ്റം വഴിയൊന്ന് നടന്നാൽ കാണാവുന്നതല്ലേ ഉള്ളൂ. ഈ മതിലിനോട് അടുത്ത് തന്നെ ആയിരിക്കുമല്ലോ ഈ സാധനങ്ങളൊക്കെ കിടന്നിട്ടുണ്ടാവുക. അതൊന്നും ആരുടെയും കണ്ണിൽപ്പെട്ടില്ല. ഇപ്പോൾ സസ്പെൻഷനിലായ 4 പേരെ മാത്രം കുറ്റം പറയുന്നത് എന്തിനാണ്? പകലും ഉണ്ടായിരുന്നല്ലോ കൃത്യമായി കാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ. രാത്രിയിലുള്ളവർ ഉറങ്ങിപ്പോയി, മഴയാണ്, ഉറങ്ങിപ്പോയി, അതാണ് ഇപ്പോൾ പറയുന്ന വാദം. പക്ഷേ പകലുണ്ടായിരുന്നവർ ഇതൊന്നും കണ്ടില്ലേ? ഇയാൾ എന്തായാലും ഈ രാത്രിയിൽ പോയി ഇതൊന്നും പെറുക്കിക്കൊണ്ട് വന്നതല്ലോ. ആ ഭാഗത്ത് തന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഈ ജയിൽ ചാടാനായി കൃത്യമായി ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത്രയും കാര്യങ്ങൾ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു ജയിലാണ്. ആ ജയിലിൽ ഇത്രയും കാര്യങ്ങൾ അയാൾക്ക് സംഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി അയാൾക്ക് അതിനുള്ള സഹായം കിട്ടണം. മാത്രമല്ല ജയിൽ ചാടിക്കഴിഞ്ഞിട്ടാണ് പോലീസ് ഇതെല്ലാം അറിഞ്ഞത് എന്ന് പറയുമ്പോൾ അതിനകത്ത് കൃത്യമായി ഗോവിന്ദചാമിയെ സഹായിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും സുപ്രീം കോടതി വരെ പോയി അയാളുടെ വധശിക്ഷ ജീവപര്യന്തമാക്കാൻ കിട്ടിയ ആ ഒരു സഹായത്തിന്റെ റൂട്ട് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഗോവിന്ദചാമി എന്ന് പറയുന്നത് ഒരു ചെറിയ മീനൊന്നും അല്ല എന്നത് അപ്പോൾ തന്നെ വ്യക്തമായ കാര്യമാണ്. പിന്നെ അയാളുടെ ഈ ചാട്ടം ഉണ്ടായതിനു ശേഷം ചാട്ടത്തിൽ പിഴച്ചു,
പക്ഷേ ഞങ്ങൾ പിടിച്ചതിൽ ഹീറോ ആയി എന്ന് പറയുന്നതിൽ കാര്യമില്ല. പിടിച്ചത് യഥാർത്ഥത്തിൽ നാട്ടുകാരുടെ ഒരു ഇടപെടൽ കൂടിയാണ്. മാധ്യമങ്ങൾ തത്സമയം ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കണ്ണൂരിലെ നാട്ടുകാരാണ്, അവർക്കാണ് കൈയടി കൊടുക്കേണ്ടത്. പോലീസ് സംവിധാനം അവിടേക്ക് എത്തി പിടികൂടുന്നു. പക്ഷേ അവിടെ നാട്ടുകാർ എത്രത്തോളം അലേർട്ടായിരുന്നു. കാരണം ഈ കുറ്റകൃത്യത്തിന്റെ ഒരു എത്രത്തോളം ഹീനമായിട്ടാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ കൊലയിലേക്ക് വരെ എത്തിച്ചത് എന്നുള്ളത് നാട് മുഴുവൻ ചർച്ച ചെയ്തതാണ്. 2011 സംഭവമാണ്. 14 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും ആ മനുഷ്യരുടെയൊക്കെ, ബിനോജ് അടക്കമുള്ളവരുടെ, ബിനോജിന്റെയും ഉണ്ണിയുടെയും ഒക്കെ മനസ്സിൽ ആ പെൺകുട്ടിയുടെ മരണം ഉള്ളത് കൊണ്ടാണല്ലോ ഗോവിന്ദച്ചാമി എന്നവർക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഈ രൂപമാറ്റം സംഭവിച്ചയാൾ എപ്പോഴേ തമിഴ്നാട്ടിലെത്തിയേനേയും അയാൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കൂടുതൽ ക്രൈംസ് അയാൾ ചെയ്തേനേയും. 2011 നവംബർ 11 കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഗോവിന്ദച്ചാമി വരുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് ഈ കഴിഞ്ഞ 14 കൊല്ലവും ഇയാൾ എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, ഇയാൾക്ക് അവിടെ ആരുടെയൊക്കെ പിന്തുണ കിട്ടിയിട്ടുണ്ട്, അതിലേക്കൊക്കെയാണ് അന്വേഷണം പോകേണ്ടത്. അല്ലാതെ ഈ രാത്രിയിൽ അവിടെ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇതിലെ ഉത്തരവാദികൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി ചുരുക്കുന്നതിനോട് ഞാൻ എന്തായാലും യോജിക്കുന്നില്ല. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കണ്ടെത്തിയത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമാണ്. അവിടെ വരെ എന്ന് വെച്ചാൽ റഫ്ലി ലെസ് ദാൻ 5 കിലോമീറ്റേഴ്സ് ഇയാൾക്ക് ആകെ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഇയാൾ മോഷണം നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ മോഷണം നടത്തിയതിനു ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ അകത്ത് കിട്ടിയതുപോലെയുള്ള കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഇയാളെ ആരാണോ ഗൈഡ് ചെയ്തത് അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം അല്ലെങ്കിൽ ഇത്രയും മണിക്കൂറുകൾ കൊണ്ട് അയാൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ രാത്രിയാണോ ഇനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു പോകാനായിട്ടുള്ള ഇയാൾക്കുള്ള ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാൻ സഹായിച്ച ആളുകൾ ഉണ്ടാകും, ഉറപ്പാണ്. അപ്പോൾ പ്ലാൻ അനുസരിച്ച് രാത്രിയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ മതി, പകൽ പതുങ്ങിയിരുന്നാൽ മതി എന്ന നിർദ്ദേശം അനുസരിച്ചാണോ ചുരുങ്ങിയ ദൂരം മാത്രം സഞ്ചരിച്ചത് എന്നത് പറയണം. കാരണം ഈ കിണറ്റിൽ നിന്ന് കിട്ടിയ തളാപ്പിന് നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ടുള്ള ദൂരം കൂടി കണക്കിലെടുക്കുമ്പോൾ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. റെയിൽവേ സ്റ്റേഷനിലേക്ക് രാത്രിയിൽ പോകാനുള്ള നിർദ്ദേശമായിരിക്കാം ഒരുപക്ഷെ അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇവിടെ ഈ അതീവ സുരക്ഷാ ബ്ലോക്ക്, ആ പേര് സർക്കാർ ഉടൻ തന്നെ മാറ്റണം. ഒരു സുരക്ഷയും ഇല്ലാത്ത ബ്ലോക്കാണിത്. അതീവ സുരക്ഷ എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് അതിലൊരു പ്രതീക്ഷ തോന്നുമല്ലോ. കാരണം കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനായിട്ട് അതീവ സുരക്ഷ വിതിൻ കോട്ട്സ് അതെടുത്തങ്ങ് മാറ്റുന്നതായിരിക്കും മുഖ്യമന്ത്രി ചെയ്യുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സിസ്റ്റം ചതിച്ചു എന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് പറയണ്ട. കാരണം ഇവിടുത്തെ മൊത്തം സിസ്റ്റവും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് എന്നതിൻ്റെ ഓരോ എക്സാമ്പിളാണ്. ഓരോ വകുപ്പ് വിധമാണ്. വനം വകുപ്പിൻ്റെ സിസ്റ്റം പൊളിഞ്ഞു കിടക്കുന്നു, വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള കെട്ടിടങ്ങളുടെ ആ സിസ്റ്റം പൊളിഞ്ഞു കിടക്കുന്നു, മിഥുന്റെ സംഭവത്തിൽ നമ്മൾ കാണുന്നു. ആരോഗ്യ വകുപ്പിന്റെ സിസ്റ്റം പൊളിഞ്ഞു കിടക്കുന്നു, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സിസ്റ്റവും പൊളിഞ്ഞു. അതാണ് ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ എല്ലാ സിസ്റ്റവും പൊളിയുന്നു, ആ സിസ്റ്റത്തിന്റെയൊക്കെ തലവനായ ക്യാപ്റ്റന്റെ സിസ്റ്റവും പൊളിഞ്ഞു. അപ്പോൾ സ്വന്തം സിസ്റ്റം പൊളിയുമ്പോഴെങ്കിലും ക്യാപ്റ്റൻ അതിലേക്കൊന്ന് ഇറങ്ങി വന്ന് ഈ സിസ്റ്റം ഒന്ന് നന്നാക്കുമെന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഷേവിംഗ് അലർജി പറഞ്ഞ പ്രത്യേക അനുമതി, രൂപമാറ്റം വരുത്തുന്നതിനായിട്ട് ഉള്ള അനുമതി, ഈ തടവുകാരുടെ, അതായത് വിചാരണ തടവുകാരുടെ കറുത്ത വസ്ത്രം വരെ അയാൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇതടക്കം അയാൾക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് എന്നൊരു ചോദ്യമോടെ അതാണ് മറ്റേ ചോർ നഹി ചപ്പാത്തി എന്ന് പറയുന്നത് പോലെ ആ ഡയലോഗൊക്കെ അടിച്ച് ഇയാൾ ഇതെല്ലാം സാധിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം സ്വതന്ത്രമായി വിഹരിക്കാനായി ഗോവിന്ദച്ചാമിക്ക് കിട്ടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഒരു കാര്യം കൂടി, മാഡം നേരത്തെ റിപ്പർ ജയാനന്ദന്റെ കാര്യം മാത്രമാണ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയല്ല. റിപ്പർ ജയാനന്ദൻ 2013 ജൂൺ 9 രക്ഷപ്പെട്ടപ്പോൾ ഇവിടെ മണിക്കൂറുകൾക്കകം കേരള പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെയാണെങ്കിലും പിടിച്ചിട്ടുണ്ട്. 2013 അങ്ങനെയല്ല. ജൂൺ 9 പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട റിപ്പർ ജയാനന്ദനെ പിടിച്ചത് 2019 സെപ്റ്റംബറിൽ തൃശ്ശൂരിൽ നിന്നാണ്. 3-4 മാസം കറങ്ങി നടന്നു. അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ, അന്നും ഈ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് പിടിക്കാൻ കുറെ സമയം എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ കേരള പോലീസിനെ ആഭ്യന്തരമന്ത്രിയെ കുറ്റപ്പെടുത്തുമ്പോൾ, ഇവിടെ ആഭ്യന്തര വകുപ്പിന് ചുമതലയുള്ള മുഖ്യമന്ത്രിയെയും കുറ്റപ്പെടുത്തുമ്പോൾ അന്ന് ഇത് പിടിക്കാൻ എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഊപ്പ പ്രകാശ്, പിന്നെ വനിതാ ജയിലിൽ നിന്നുള്ള ചാട്ടം, അതടക്കം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. സന്ധ്യയെ ശില്പയും പിടിച്ചിട്ടുണ്ട്, ബാലമുരുകനെ പിടിച്ചിട്ടുണ്ട്, മുഹമ്മദ് സഫാദിനെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഇപ്പോൾ ഈ ഉണ്ടായ സംഭവത്തിന് ഞാൻ അവസാനിപ്പിക്കാം. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ സംവിധാനത്തിന്, സുരക്ഷാ സംവിധാനത്തിന് വലിയ വീഴ്ചയാണുള്ളത്. അത് കുറച്ചുകൂടി ടൈറ്റൻ ചെയ്യാനായിട്ടുള്ള ഒരു നടപടിയിലേക്ക് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് പോകേണ്ടതുണ്ട്. പിടികൂടിയത് ജനങ്ങളുടെ മികവാണ്, ചാടിപ്പോയത് ജയിൽ വകുപ്പിന്റെ, ആഭ്യന്തര വകുപ്പിന്റെ പിഴവാണ്. Meet the editors.